വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി. വചനം ദൈവത്തിൻ വചനം. വചനം ദൈവത്തിൻ വചനം. ഒന്നുകൊണ്ടും മനസ്സിന്റെ സമാധാനമില്ല ജോണെ. മോന്റെ കാര്യമാണ് അതങ്ങനെ. ഇപ്പൊ കൊല്ലം ഒന്നാവാറയില്ല അവന്റെ പഠിപ്പ് കഴിഞ്ഞിട്ട്. എത്ര ഇന്റർവ്യൂ അവൻ അറ്റൻഡ് ചെയ്ത്, ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. അതൊക്കെ ശരിയാകും ജോസഫ്, എല്ലാത്തിനും അതിന്റേതായ സമയമില്ലേ. പക്ഷെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ പറയുന്ന പോലെ എനിക്ക് ആശ്വസിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് അവനൊരു നിലയിലെത്തിക്കാണണം എന്നുള്ള എനിക്ക്. നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. നിനക്ക് എന്ത് സംഭവിക്കാൻ? അങ്ങനെ സംഭവിക്കാൻ മാത്രമുള്ള അസുഖം നിനക്കില്ലല്ലോ. ശരിയായ മരുന്ന് കഴിച്ചാൽ മാറാവുന്ന അസുഖമുള്ളതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. പിന്നെന്താ? എന്തോ കുറച്ചു നാളായിട്ട് മനസ്സിന് വല്ലാത്തൊരു പേടി പോലെ. അങ്ങനെ ഇപ്പൊ ഒരു പേടി വേണ്ട നിനക്ക്. നിന്റെ അസുഖമെല്ലാം മാറും. അവന് നല്ലൊരു ജോലി ഉടനെ കിട്ടും. അവൻ അതിനുള്ള പഠിപ്പും സാമർഥ്യം ഒക്കെ ഇല്ലേ. പിന്നെന്താടാ? ഞാൻ ഒരു കാര്യം ചെയ്യാം. നീ നമ്മുടെ ആൽബർട്ട് മാഷിന്റെ മോൻ തോമസിനെ അറിയില്ലേ? അവനിപ്പോ ബാംഗ്ലൂരല്ലേ? അതെ, ബാംഗ്ലൂര്. അവൻ നല്ലൊരു കമ്പനിയിൽ നല്ലൊരു പൊസിഷനില. അവനിപ്പോ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് അവനെ ചെന്ന് കാണാം. നമ്മുടെ ലിജോയ്ക്ക് പറ്റിയ നല്ലൊരു ജോലി അവൻ വിചാരിച്ച നടക്കും. നടക്കൂ ജോണേ? നടക്കും. ഞാൻ ഇന്ന് തന്നെ സംസാരിച്ചിട്ട് നിന്നെ വിളിച്ച് വിവരം പറയാം. എന്നിട്ട് നീ ലിജോയും കൂടി അവിടെ പോയി കണ്ടാ മതി. ഇതൊന്ന് ശരിയായാൽ മതിയായിരുന്നു എന്റെ ദൈവമേ. നിനക്കറിയാമോ ജോണേ, എന്റെ അസുഖത്തെ ചൊല്ലി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എന്റെ മോന് നല്ലൊരു ജോലി കിട്ടണമെന്നാ ഞാൻ പ്രാർത്ഥിക്കാറ്. എന്റെ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളും ഇപ്പൊ അവനില്ല ജോണേ. ഞാനില്ലാതായാലും എന്റെ ഷേളി മോനും സുഖമായി തന്നെ ജീവിക്കണം. അവർക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു വയ്ക്കാൻ കഴിയാതെ പോയ എന്റെ ഒരേ ഒരു ആഗ്രഹം അത്. നിന്റെ എല്ലാ സമ്പാദ്യവും അവൻ തന്നെയല്ലേ ജോസഫേ? അവൻ രക്ഷപ്പെടും, മിടുക്കനാവൻ. ഞാൻ ഇന്ന് തന്നെ എന്തായാലും തോമസായിട്ട് സംസാരിക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒരുമിച്ച് തന്നെ പോകാം. നീ വന്നേ. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മാഹാത്മ്യം അളവറ്റതാണ്. പ്രഭാഷകൻ 6-ാം അധ്യായം 15-ാം വാക്യം. സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചില്ലടാ? അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനൊരു ജോലി അത് ദൈവാനുഗ്രഹം തന്നെ മോനെ. അല്ലെങ്കിൽ എത്ര ഇന്റർവ്യൂവിന് പോയതാ, വല്ലതും ശരിയായോ? അതെ, അതേലും വെക്കണ്ട അമ്മച്ചി. ആ തോമസിനെ ജന്മത്തെ മറക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഇത്രയ്ക്ക് താല്പര്യം കാണിക്കുകയും പറഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ മോനൊരു ജോലി ശരിയാക്കുകയും ചെയ്യോ? അപ്പച്ചനും അമ്മച്ചൊന്നുമില്ലാതെ ഇത്രയ്ക്ക് ദൂരെ എന്റെ മോൻ ആദ്യമായിട്ടൊന്ന് ഓർക്കുമ്പോ എന്റെ അമ്മച്ചി അതിനിങ്ങനെ ജോലിക്ക് പോകുന്ന ലോകത്തിലെ ആദ്യത്തെ ആളൊന്നുമല്ല ഞാൻ. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം, ഇവളുടെ കാര്യം എന്നും അവനിവിടെ തന്നെ ഒതുങ്ങി കൂടാൻ പറ്റോ? അവൻ കൊച്ചു കുഞ്ഞൊന്നല്ലോ മോനെ. എന്നും പ്രാർത്ഥിച്ചിട്ടേ ജോലിക്ക് പോകാവൂ. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പും പ്രാർത്ഥന മുടക്കരുത്. അതെ മോനെ, പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമേ നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നല്ല വഴിക്കാക്കാൻ പറ്റൂ. എന്റെ അപ്പച്ച അമ്മച്ചി എല്ലാം ഞാൻ ഏറ്റു. എന്നാ പോരെ? ബാംഗ്ലൂർ ചെന്ന ഉടനെ തോമസിനെ വിളിക്കണം. ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെന്ന് വെച്ചാ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ട് പോന്നോളാം ജോസഫേട്ടാ എന്നാ പുള്ളി എന്നോട് പറഞ്ഞിരിക്കുന്നേ.
എന്റെ കർത്താവേ, എന്റെ മോന് നല്ലത് വരുത്തണേ. എങ്കിൽ പിന്നെ ഇറങ്ങട്ടെ പച്ച. അമ്മച്ചി എന്റെ അമ്മച്ചി ഒരു വഴിക്ക് ഇറങ്ങുമ്പോഴാണോ ഇങ്ങനെ കരഞ്ഞോണ്ട്? ദേ, അമ്മച്ചിക്ക് എപ്പ കാണണമെന്ന് വിചാരിക്കുന്നോ ആ സമയത്ത് ഞാനിവിടെ ഉണ്ട്. എന്നാ പോരെ? പെട്ടെന്ന് കാണണമെന്ന് വിചാരിച്ചാ പോയി വരാൻ പറ്റിയ ദൂരത്താണല്ലോ ഈ ബാംഗ്ലൂര്. നീ ഇത് ഇനി വല്ലതും പറഞ്ഞോണ്ടിരിക്കേ. ഒന്ന് പോടുന്നു. പിന്നെ എനിക്കറിയാം ബാംഗ്ലൂർ അടുത്തൊന്നും അല്ലെന്ന്. ഓ ഭാഗ്യം. അമ്മച്ചി മതി മതി. ഇപ്പൊ തന്നെ 5 മിനിറ്റ് വൈകിണ്ട്. ഇറങ്ങി. ജോസഫാണോ? വാ, അകത്തേക്ക് ഇരിക്കാം. ഇല്ല, തോമസ് വന്നിട്ടുണ്ടെന്നറിഞ്ഞു. അപ്പൊ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് കയറിയതാ. ഞാൻ ഇന്നലെ വൈകിട്ടത്തെ ഫ്ലൈറ്റിനെത്തി. അതെയോ? അതെ. പിന്നെ തോമസേ, ലിജോയുടെ വിവരം എന്നറിയാന്നായിരുന്നു ഞാൻ വന്നത്. 4-5 ദിവസം മുമ്പ് വിളിച്ചപ്പോ ഓഫീസിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ജോസഫേട്ടാ, ചേട്ടനിപ്പോ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് വന്ന് കാണാതിരിക്കായിരുന്നു. എന്താ തോമസേ? ചേട്ടാ, അവന്റെ ഓഫീസിൽ ചില പ്രശ്നങ്ങളുണ്ടായെന്നുള്ളത് ശരിയാ. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതും അവൻ തന്നെയാ. എന്താ തോമസേ നീ പറയുന്നേ? ചേട്ടാ, 5-6 മാസം മുമ്പ് അവൻ M.Com പാസ്സായെന്നും അവനെന്തെങ്കിലും ജോലി ശരിയാക്കണമെന്നും പറഞ്ഞ് ചേട്ടൻ എന്നെ വിളിച്ചപ്പോ വളരെ കഷ്ടപ്പെട്ടിട്ടാ ഞാൻ അവൻ ആ ജോലി ശരിയാക്കി കൊടുത്തത്. പക്ഷേ ആ കഷ്ടപ്പാടിനൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാ അവന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം. ഇവിടുന്ന് പോരുമ്പോഴുള്ള ആളല്ല അവനിപ്പോ. ബാംഗ്ലൂരിലെത്തിയ പിന്നെ അവൻ ആളാകെ മാറി. പുതിയ ആളുകളും പുതിയ ചുറ്റുപാടുകളെല്ലാം അവൻ ആളാകെ മാറ്റി. 1-2 പ്രാവശ്യം ഞാൻ അവനെ ഉപദേശിച്ചു. എന്തോ അതിഷ്ടപ്പെടാഞ്ഞിട്ടാവും ഞാൻ വിളിച്ചാൽ അവൻ ഫോൺ എടുക്കില്ല. എനിക്കിത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റണില്ല മോനെ. കുടുംബം മുഴുവനും അവന്റെ പ്രതീക്ഷയില. ഇവിടുന്ന് പോകുന്നവരെ ആ പക്വതയും ഉത്തരവാദിത്വം എല്ലാം എന്റെ മോനുണ്ടായിരുന്നതാ. ആ ഉത്തരവാദിത്വം അവനിപ്പുണ്ടായിരുന്നെങ്കിൽ അവനായിട്ട് ഈ ജോലി ഇല്ലാണ്ടാക്കോ? ചേട്ടനറിയോ, അവൻ മദ്യപിച്ച് ഓഫീസിൽ ചെന്നതിനാ അവന്റെ ഓഫീസിൽ പ്രശ്നം ഉണ്ടായത്. അവനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പോ ഞാൻ അവന്റെ ഓഫീസിൽ അന്വേഷിച്ചു വന്നു. അപ്പോഴാ ഞാൻ ഈ വിവരം അറിയണേ അവനെ ജോലിന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതറിഞ്ഞ് ഞാൻ അവന്റെ റൂമിൽ അന്വേഷിച്ചു വന്നു. പക്ഷെ 3-4 ദിവസം മുമ്പ് അവൻ അവിടുന്ന് പോയെന്നറിഞ്ഞത്. അവന്റെ 1-2 ഫ്രണ്ട്സിന്റെ വീട്ടിൽ അന്വേഷിച്ചു. പക്ഷെ അവൻ അവിടെ ചെന്നിട്ടില്ല. ചേട്ടൻ വിഷമിക്കണ്ട. അവന്റെ ഓഫീസിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരവനെ ജോലിയിൽ തിരിച്ചെടുക്കാൻ തയ്യാറാണ്. എന്നാലും അവന്റെ ജോലിയിലുള്ള സാമർത്ഥ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. എങ്ങനെ വന്നാലും ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അവൻ വരും. ചേട്ടൻ സമാധാനമായിട്ട് ചെല്ലേ. ശരി. എന്നും പ്രാർത്ഥിച്ചിട്ട് ജോലിക്ക് പോകാവൂ. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പും പ്രാർത്ഥന മുടക്കരുത്. പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമേ നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നല്ല വഴിക്കാക്കാൻ പറ്റൂ.
എന്തൊരു നിപ്പട ജോസഫ് ഇത്. എത്ര നേരമായി ഇതിപ്പോ? നീ വന്നേ, നമുക്ക് വീട്ടിൽ പോവാം. എനിക്ക് വയ്യ ജോണെ. വീട്ടിൽ ചെന്നിട്ട് ഞാൻ അവളോട് ഇതെല്ലാം എങ്ങനെ തുറന്നു പറയും? എന്റെ മോൻ എവിടെയെന്ന് ആർക്കും അറിയില്ലെന്നും മദ്യപിച്ച് ബഹളമുണ്ടാക്കിയാണ് അവന്റെ ഓഫീസിൽ നിന്ന് അവനെ പുറത്താക്കിയെന്നല്ല ഞാൻ അവളോട് എങ്ങനെ പറയും? എനിക്കതിന് കഴിയില്ല ജോണെ. എന്ന് കരുതി വൈകുന്നേരം വരെ നീ ഇവിടെ തന്നെ നിൽക്കാൻ പോവാണോ? നീ വീട്ടിലേക്ക് ചെല്ലേ, എന്നിട്ട് കാര്യങ്ങൾ സമാധാനപരമായിട്ട് ഷെയിലോട് തുറന്നു പറയേ. ഞാനിതെല്ലാം തുറന്നു പറഞ്ഞാൽ ഷേളയ്ക്കൊന്നും താങ്ങാൻ കഴിയില്ല ജോണെ. എന്നെക്കാളേറെ അവനെ സ്നേഹിക്കുകയും അവനെക്കുറിച്ച് സ്വപ്നം കാണുകയും ചെയ്യുന്നുണ്ടവൾ. ആ മോൻ കൂട്ടുകൂടി നാശത്തിന്റെ വഴിയിലാണെന്നറിഞ്ഞാൽ അവൾക്കത് സഹിക്കാവുന്നതിൽ അപ്പുറത്തായിരിക്കും. ഞാനിപ്പോ എന്താ നിന്നോട് പറയാ? അല്ലെങ്കിൽ പിന്നെ ഒന്നും ഷേളെ അറിയിക്കണ്ടെന്ന് വെക്കണം. ഞാൻ അവളോട് കള്ളം പറഞ്ഞ അത് അവൾക്കത് മനസ്സിലാവും ജോണെ. എനിക്ക് അവളിൽ നിന്ന് ഒന്നും ഒളിക്കാൻ അറിയില്ലടാ. ഇതെല്ലാം നീ തന്നെ പറയുന്നു. നിനക്കിപ്പോ ഒന്നും ഷേലോട് പറയാൻ പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല. എന്റെ ജോസഫേ, നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയതുകൊണ്ട് കാര്യമില്ല. കാര്യങ്ങൾ അല്പം പോസിറ്റീവായിട്ട് സമീപിക്കാൻ ശ്രമിക്കേ. എടാ, അവനിങ്ങ് വരും. അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. അവന് വിവരവും കാര്യപ്രാപ്തിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നീ അവനെ കുറിച്ച് ഓർത്ത് വെറുതെ സങ്കടപ്പെടണ്ട. എടാ ജോസഫേ, ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരാടാ ഉള്ളത്? ചിരിച്ച് സന്തോഷിച്ച് നടക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെ ഉള്ളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ആരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴേ അത് തരണം ചെയ്യാനുള്ള പ്രാപ്തി നമുക്കുണ്ടാവൂ. വിധിക്കപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ നമ്മുടെ എല്ലാം ജീവിതം സമ്പൂർണ്ണമാവുകയുള്ളൂ. ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ഓരോ പ്രശ്നങ്ങൾക്കും കാരണക്കാർ നമ്മൾ തന്നെയായിരിക്കും എന്നുള്ളതാണ് സത്യം. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ എന്നോണമായിരിക്കും പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ജീവിതത്തിൽ നമ്മൾ എന്നും സത്യവും നീതിയും പാലിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ കടമകളെല്ലാം നിറവേറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മഞ്ഞുരുകും പോലെ ഉരുകിയില്ലാതാകും. പ്രശ്നങ്ങൾ വിടാതെ നമ്മളെ പിന്തുടരുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് ദൈവഹിതം പോലെ പ്രവർത്തിക്കുക. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ദൈവം നമുക്ക് നീക്കിത്തരും. നീ ധൈര്യമായിട്ടിരിക്കുക. ദൈവം ഉണ്ടാവൂടാ നിന്റെ കൂടെ. മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് വിലയിട്ട സമ്മാനത്തെ അതിശയിക്കുകയില്ലേ? കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു. പ്രഭാഷകൻ 18-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ചേട്ടൻ വന്നോ? എന്നിട്ടെന്താ എന്നെ വിളിക്കാതിരുന്നേ? എന്താ ഏട്ടാ, തോമസിനെ കണ്ടോ? കണ്ടു. എന്നിട്ട് തോമസ് എന്തു പറഞ്ഞു? മോനെന്താ വിളിക്കാത്തെന്ന് വല്ലതും പറഞ്ഞോ? എന്തു പറ്റിയേട്ടാ? എന്താ ഒന്നും മിണ്ടാത്തേ? നമ്മുടെ മോൻ എവിടെയാന്ന് തോമസിന് അറിയില്ലെന്ന ഷേളി പറയുന്നത്. തോമസ് നമ്മുടെ മോനുമായിട്ട് കണ്ടിട്ട് കുറച്ചു നാളായിന്ന്. ഓഫീസിൽ അന്വേഷിച്ച് വന്നപ്പോ ഓഫീസിലുണ്ടായ പ്രശ്നത്തിന്റെ പേരില് നമ്മുടെ മോന്റെ ജോലി പോയിന്നാ പറയണേ. അത് പക്ഷേ തോമസ് ജോലി ശരിയാക്കിയിട്ടുണ്ട്. ആ വിവരം അറിയിക്കാൻ തോമസ് മോന്റെ റൂമിൽ ചെന്നപ്പോ മോൻ അവിടുന്ന് പോയിന്നാ അറിഞ്ഞത്. എന്റെ കർത്താവേ, എന്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തരുത്. അവനെ ഞങ്ങൾക്ക് തിരികെ തരണേ. ഷേർലി, നീ വിഷമിക്കാതെ. നമ്മുടെ മോനെങ്ങ് വരും.
നമ്മളെ വിട്ട് അവന് എങ്ങും പോകാൻ കഴിയില്ല. ചിലപ്പോ ജോലി നഷ്ടപ്പെട്ട കാര്യം നമ്മളോട് പറയാനുള്ള പ്രയാസം കാരണം അവൻ നമ്മുടെ അടുത്തേക്ക് വരാഞ്ഞതാവും. അവനെ പിരിഞ്ഞിരിക്കുമ്പോ നമ്മൾ അനുഭവിക്കുന്ന അതേ ദുഃഖം തന്നെയല്ലേ അവനും അനുഭവിക്കുന്നുണ്ടാവുക. നീ നോക്കിക്കോ, നമ്മുടെ മോനിങ് വരും. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും. ഫിലിപ്പി 4:6. ഷേർലി, ഇല്ല ഏട്ടാ, ഇത് ദൈവം നമുക്ക് തന്നൊരു പാഠമായിട്ടാ എനിക്ക് തോന്നുന്നത്. ചേട്ടനിപ്പോ പറഞ്ഞില്ലേ, മോനെ പിരിഞ്ഞിരിക്കുമ്പോ നമുക്കുള്ള വിഷമത്തെക്കുറിച്ച്. അതേ വിഷമം തന്നെയായിരിക്കില്ലേ ഏട്ടാ മക്കളെ പിരിഞ്ഞിരിക്കുമ്പോ നമ്മുടെ അമ്മച്ചി അനുഭവിക്കുന്നത്. ഷേർലി, നീ എന്താ പറഞ്ഞു വരുന്നത്? നമ്മുടെ അമ്മച്ചി ഇപ്പൊ എവിടെയാട്ടാ? സ്വന്തം മക്കളെയും മരുമക്കളെയും പിരിഞ്ഞ് ആ വൃദ്ധസദനത്തിൽ കഴിയേണ്ടി വരുമ്പോ നമ്മുടെ അമ്മച്ചി സന്തോഷവതിയായിരിക്കുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? ആ അമ്മച്ചിയെ സ്നേഹിച്ച് പരിപാലിക്കുന്ന സമയത്ത് ആ വൃദ്ധസദനത്തിൽ കൊണ്ട് ചെന്നാക്കിയതിനുള്ള ശിക്ഷയായിരിക്കും ഒരുപക്ഷെ ദൈവം നമുക്കിപ്പോ തന്നത്. എന്റെ ദൈവമേ, എന്തൊരു പാപിയാ ഞാൻ ചെയ്ത പാപത്തിന്റെ കാഠിന്യം ഇതുവരെ എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാ? എന്റെ അമ്മച്ചി ഇന്ന് അനുഭവിക്കുന്ന വിഷമം മനസ്സിലാക്കാൻ എനിക്ക് എന്റെ മകനെ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ വന്നല്ലോ. എന്നോട് പൊറുക്ക് ദൈവമേ. ഷെർലി, നീ പറഞ്ഞത് ശരിയാ. എന്റെ സഹോദരങ്ങൾ ആരൊക്കെ കൈയൊഴിഞ്ഞാലും അമ്മച്ചിയെ ഞാൻ കൈയൊഴിയാൻ പാടില്ലായിരുന്നു. വാ ഷെർലി, നമുക്കിപ്പോ തന്നെ നമ്മുടെ അമ്മച്ചിയെ കൂട്ടിക്കൊണ്ടുവരാം. അമ്മച്ചി ഇനി കഴിയേണ്ടത് ആ വൃദ്ധസ്ഥാനത്തിലല്ല, ഇവിടെയാ, നമ്മുടെ കൂടെ, ഈ വീട്ടില്. എനിക്ക് അമ്മച്ചോട് മാപ്പ് പറയണം. ഒത്തിരി അഭാവത്തെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. നിന്റെ അധരങ്ങൾ നീതിമൊഴിയുമ്പോൾ എന്റെ ആത്മാവ് ആഹ്ലാദിക്കും. സുഭാഷിതങ്ങൾ 23:16. അമ്മ, അമ്മേ, എന്താ മക്കളെ, എന്താ പതിവില്ലാതെ രണ്ടുപേരും? അമ്മയ്ക്കിവിടെ അമ്മയ്ക്കിവിടെ സുഖമാ മക്കളെ. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്നോട് ക്ഷമിക്കമ്മേ, എല്ലാത്തിനും മാപ്പ്. എന്താ മോളെ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. എനിക്കിവിടെ എല്ലാം കൊണ്ടും സുഖമാ. അല്ല, നിങ്ങളെന്താ വന്നത്? അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാ ഞങ്ങൾ വന്നത്. ഇനിയുള്ള
കാലം അമ്മ കഴിയേണ്ടത് നമ്മുടെ വീട്ടില്. എല്ലാം അമ്മ മറക്കണം, എന്നിട്ട് ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണം. സ്വന്തം മക്കള് ജീവിച്ചിരിക്കുമ്പോ മാതാപിതാക്കള് വൃദ്ധസ്ഥാനത്തിൽ കഴിയേണ്ടി വരുന്നത് എന്തുമാത്രം വേദന അനുഭവിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഇപ്പോഴേ കഴിഞ്ഞുള്ളൂ. ഞങ്ങളോട് ക്ഷമിക്കമ്മേ. അല്ല മോനെ, ലിജോ മോൻ എന്തിയെ? അവനെ കണ്ടിട്ട് എത്ര നാളായി. അവനെന്താ വരാതിരുന്നത്? അത് പിന്നെ അമ്മേ, അവനൊരു ജോലി കിട്ടി, ബാംഗ്ലൂരാണ്. നന്നായി. ഒരു ജോലി ആയില്ല എന്നുള്ള വേവലാതിയായിരുന്നല്ലോ അവന്. ഇനി എന്നാ മോൻ വരുന്നത്? അത് അവൻ അവിടുന്ന് പോന്നിട്ടുണ്ട്. നാളെ മിക്കവാറും എത്തും. നമുക്ക് പോവാമേ. ഇനിയിപ്പോ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ഞാൻ വന്നെടുത്തോളാം. ഞാൻ മദറിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. വാമേ, നമുക്ക് ഒരുമിച്ച് പോയി യാത്ര പറഞ്ഞിട്ട് വരാം. മോനെപ്പറ്റി എന്റെ മോനെ, നീ ഇതെവിടെയായിരുന്നടാ? നിന്നെ കാണാന് ഞങ്ങൾ എത്രമാത്രം വിഷമിച്ചോന്നറിയാവോ? മോൻ നേരെ ഇങ്ങോട്ടാണോ പോകുന്നത്? അതെ അപ്പച്ച, ഇവിടെ വന്നിറങ്ങിയപ്പോ എനിക്ക് അമ്മൂമ്മയെ കാണണം തോന്നി. അതാണ് ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത്. മാത്രമല്ല, നിങ്ങളുടെ മുമ്പിലേക്ക് വരാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ മോൻ വിഷമിക്കാതെ. മോന്റെ ഓഫീസിൽ നടന്നതല്ല അപ്പച്ചൻ അറിഞ്ഞു. എനിക്കറിയാം അപ്പച്ചൻ. അപ്പച്ചൻ തോമസ് ചേട്ടനെ പോയി കണ്ട കാര്യം തോമസ് ചേട്ടൻ എന്നോട് പറഞ്ഞു. നീ തോമസിനെ എപ്പോ കണ്ടു? ട്രെയിൻ ഇറങ്ങിയ ഉടനെ ഞാൻ തോമസ് ചേട്ടനെ വിളിച്ചിരുന്നു. ഞാൻ പോകുന്ന കാര്യം പറയാം. അപ്പോഴാണ് അറിഞ്ഞത് തോമസ് ചേട്ടൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പച്ച, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. ഏതോ നശിച്ച നിമിഷത്തിൽ സാത്താന്റെ പിടിയിൽ അകപ്പെട്ടു പോയതാ ഞാൻ. പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും രാവെന്നോ പകലെന്നോ ഇല്ലാതെ മദ്യപിച്ച് ലക്കുകെട്ട് എങ്ങനെ പറ്റാൻ ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമിച്ചു. എന്തൊക്കെ മോനെ നീ പറയുന്നത്? ഏയ്, അതൊന്നുമില്ല. നമ്മളിപ്പോ വീട്ടിലേക്കല്ലേ പോകുന്നത്. എല്ലാം വിശദമായിട്ട് അവിടെ ചെന്ന് പറയാം. ആ എടാ മോനെ ലിജോ, നീ അറിഞ്ഞോ? നമ്മളെ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. നന്നായി പറ്റ. വാ, നമുക്കിപ്പോ തന്നെ വീട്ടിലേക്ക് പോവാം. അമ്മമ്മേ പോവാ. നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം. അമ്മയുടെ ഹിതം നോക്കണം. ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. തോബിത്ത് 4-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി. 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. വചനം വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി. വചനം വചനം ദൈവത്തിൻ വചനം, വചനം വചനം ദൈവത്തിൻ